ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ബലേനോ ഡെൽറ്റ വേഴ്സസ് ഫ്രോങ്സ് സിഗ്മയാണ്. 8 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിൽ മാരുതി സുസുക്കിയിൽ നിന്ന് നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബെസ്റ്റ് കാറുകളാണ് ബലേനോയുടെ ഡെൽറ്റ വേരിയൻറ്റും ഫ്രോങ്സിൻ്റെ സിഗ്മ വേരിയൻറ്റും. ബലേനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബഡ്ജറ്റും കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓട്ടോമാറ്റിക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഡിസ്കണ്ടിന്യൂ ആയ ഇഗ്നിസിൻ്റെ ടോപ്പ് മോഡൽ അല്ലെങ്കിൽ ഇഗ്നിസിൻ്റെ സീറ്റ വേരിയൻ്റൊക്കെ നോക്കിയിരുന്നവർക്ക് അല്ലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് കിട്ടാത്തവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബെസ്റ്റ് കാറുകളുമാണ് നമ്മളുടെ ബലേനോയും ഫ്രോങ്സും. അപ്പോൾ ഈ വേരിയൻറ്റുകൾ തമ്മിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത്, പ്രൈസിൽ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ രണ്ട് വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്നത്, ഇതിനകത്ത് ഏതാണ് ബെസ്റ്റ്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 8 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിന് മാരുതിയിൽ നിന്നുള്ളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് രണ്ട് വാഹനങ്ങളാണ് ഫ്രോങ്സിൻ്റെ ബേസ് സിഗ്മ വേരിയൻറ്റും ബലേനോയുടെ സെക്കൻഡ് വേരിയൻ്റായിട്ട് ഡെൽറ്റ വേരിയൻറ്റും. നിങ്ങളുടെ ബഡ്ജറ്റിൽ കുറച്ചും കൂടി പൈസ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50,000 കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബലേനോയുടെ ഒരു ഓട്ടോമാറ്റിക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ സമയത്ത് ഫ്രോങ്സിൻ്റെ ഓട്ടോമാറ്റിക് നോക്കണമെങ്കിൽ 9.5 ലക്ഷം രൂപയും ഫ്രോങ്സിൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വാങ്ങണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയും നിങ്ങൾ ഓൺ റോഡ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇഗ്നിസ് നോക്കിയിരുന്നവരാണ്. ഇഗ്നിസ് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ബഡ്ജറ്റിന് ഇഗ്നിസിൻ്റെ സീറ്റ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ആൽഫയുടെ ഒക്കെ ബഡ്ജറ്റിന് ഇപ്പോൾ സെയിം എഞ്ചിൻ വെച്ച് വരുന്ന വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാരുതിയിൽ നിന്ന് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാറാണ് ബലേനോയുടെ ഈ ഒരു ഡെൽറ്റ വേരിയൻറ്റ്. അതല്ല നിങ്ങൾക്ക് ടോൾബോ ഡിസൈനുള്ള വാഹനം മാരുതിയിൽ നിന്ന് വേണമെങ്കിൽ വാഗണാർ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. വാഗണാറിനേക്കാളും എന്തുകൊണ്ടും ഫാർ ബെറ്റർ ആയിട്ടുള്ള വാഹനമാണ് ബലേനോയുടെ ഈ ഡെൽറ്റ വേരിയൻറ്റ്. ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ കമ്പാരിസണ് ചൂസ് ചെയ്യാനുള്ള റീസൺ രണ്ടിൻ്റെയും പ്രൈസ് 8 ലക്ഷം രൂപയെ താഴെയാണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇതൊരു ബേസ് വേരിയൻ്റാണ്. കാരണം ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് ഫ്രോങ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. പല ആളുകളും ഈ ബേസ് വേരിയൻ്റ് എടുക്കുന്നത് ആക്സസറീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരു SUV ലുക്കൊക്കെ തരുന്നുണ്ട്. ഡെൽറ്റ പ്ലസ് ആണ് ആ ടോപ്പ് എൻഡിൻ്റെ ലുക്ക് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് മിറേഴ്സും ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് LED ലൈറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്ക് ടോപ്പിലായിട്ട് പാർക്ക് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് കാണാം. അത് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അകത്ത് നമുക്കെല്ലാം ഒരു ക്രോം ഇൻസേർട്ട് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്താണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഫോഗ് ലൈറ്റോ കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിലൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ SUV ടച്ച് തരാനായിട്ട് ഒരു വലിയ ക്രോം ബാറിൻ്റെ നടുക്കായിട്ടാണ് നമ്മളുടെ സുസുക്കിയുടെ ലോഗോ വന്നിരിക്കുന്നത്. ബലേനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലേനോ നമ്മൾ കണ്ടുമടുത്ത ഒരു വാഹനം തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡെൽറ്റ വേരിയൻറ്റ് സിഗ്മയും എക്സാക്ട് സിമിലർ ആണ്. ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് ഫോഗ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും പാർക്ക് ലൈറ്റും കാണാം. ഫുൾ ഹാലജനാണ്. ഫ്രണ്ടിൽ ആ ഒരു ക്രോം ബാർ കാര്യങ്ങളെല്ലാം ഡെൽറ്റ വേരിയൻറ്റ് വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് ഇതിനകത്തും വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൻ്റെ വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് തന്നെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡേഴ്സിലാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. 195 60R16 ആണ് ടയർ സൈസ്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലൊരു ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. നമുക്ക് ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻ്റ് തൊട്ട് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ബലേനോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലേനോയുടെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് മിറേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസും മിറേഴ്സും എല്ലാം നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ടയേഴ്സിലേക്ക് വരികയാണെങ്കിൽ 15 ഇഞ്ച് വീൽസാണ് ഡെൽറ്റ വേരിയൻറ്റിൽ വരുന്നത്. അതൊരു ബ്ലാക്ക് കളർ സ്റ്റീൽ വീൽസ് തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സീറ്റ ആൻഡ് ആൽഫ 16 ഇഞ്ച് വീൽസ് കാണാനായിട്ട് പറ്റും. 185 65R15 ആണ് ടയർ സൈസ് വരുന്നത്. ബ്ലാക്ക് ഫിനിഷുള്ള സ്റ്റീൽ വീൽസാണ്. വീൽ കപ്പുകൾ നമുക്ക് രണ്ട് വാഹനത്തിലും ഡെലിവറി ടൈമിൽ ആക്സസറി ആയിട്ട് ചെയ്തു തരും. ഇതിപ്പോൾ ഒരു പ്രീമിയം
ഹാഷ് ബാക്ക് ആയതുകൊണ്ട് ക്ലാഡിങ്സ് കാര്യങ്ങളൊന്നും തന്നെ വശങ്ങളിൽ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നു. റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ബി പില്ലറും സി പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമ്മളുടെ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് ബി പില്ലറും സി പില്ലറും കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളുടെയും ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്യൂവിഷ് ലുക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോഗർ ബേസ് വേരിയൻ്റ് വരുന്നുണ്ട്. വൈപ്പർ സീറ്റ വേരിയൻ്റ് തൊട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് നമുക്ക് സീറ്റ വേരിയൻ്റ് തൊട്ടാണ് ലഭിക്കുന്നത്. നമുക്ക് ബാക്കിലെ സ്റ്റോപ്പ് ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം, അത് LED ആണ്. അതിനോട് ചേർന്ന് റിവേഴ്സ് ലൈറ്റും LED ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സ് കാണാം. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിൽ നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 308 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബലേനോയുടെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ബലേനോയുടെ ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ്. ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. സ്പോയിലർ ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഡീഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറ്റ വേരിയൻ്റ് തൊട്ടിട്ടാണ്. ബാക്കിലെ ടെയിൽ ലൈറ്റ് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് മോഡലായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിലേക്ക് വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സും കാണാം. ഇനി നമുക്ക് ബലേനോയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബലേനോയിൽ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് ബലേനോയിൽ അവൈലബിൾ ആണ്. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാണാം. ബൂട്ട് സൈസിലേക്ക് വരുമ്പോൾ 318 ലിറ്ററാണ് ബലേനോയുടെ ബൂട്ട് സൈസ്. ഫ്രോങ്സിൽ 308 ആണ്. 10 ലിറ്റർ ബൂട്ട് സ്പേസ് ബലേനോയിൽ കൂടുതൽ വരുന്നുണ്ട്. ബലേനോയിൽ നമുക്ക് സ്പെയർ വീല് സെയിം സൈസായിട്ടുള്ള വീലുകൾ സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സൊന്നും ബലേനോയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹെർക്കോസെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ബലേനോയുടെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെയെല്ലാം നമുക്കൊരു ബ്ലൂയിഷ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫാബ്രിക് അപ്പോൾസറി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. എല്ലാ മാരുതി വാഹനങ്ങളിലും ഫ്രോങ്സിലും സെയിം കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഫാബ്രിക് സീറ്റുകളാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇത് AMT ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലേനോ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബേസിക് ഇൻറ്റീരിയർ എന്ന് പറയേണ്ടി വരും. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷ്, അതിന് താഴെ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ്, താഴെ ഒരു ബ്ലൂ ഫിനിഷ് കാണാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷണൽ എന്ന് പറയാം. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. വലതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്റർ, RPM മീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്ന അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty പോലുള്ള ബേസിക് ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റമാണ്. 4 സ്പീക്കറോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് അത് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം. ഇതിനകത്ത് നമ്മൾ വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോയാണ് വരുന്നത്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്കതിനകത്ത് ലഭിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. അതിന് താഴെയായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസാണ്. AMT ഗിയർ ലിവർ കാണാം. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. വലിപ്പമുള്ള വലിയ സീറ്റുകൾ. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിങ്ങൾ IR വ്യൂസ് കൊടുത്തിരിക്കുന്നു. അതൊക്കെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സും കൊടുത്തിരിക്കുന്നു. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ വേരിയൻറ്റിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് വേരിയൻ്റാണ്. ഇതിനകത്ത് നമുക്കൊരു ഓട്ടോമാറ്റിക്കും
ലഭിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയർ. അതാണ് ബലേനോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ്. ഫ്രോങ്സിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബെയ്ജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു സെയിം ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ബേസ് വേരിയൻറ്റോടെ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനോ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു ഇൻറ്റീരിയർ തീമിനോട് മാച്ച് ആവുന്ന ആ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലുള്ള സീറ്റുകളാണ്. മാനുവൽ വേരിയൻ്റ് ആണ് ബേസ് വേരിയൻറ്റ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫ്രോങ്സ് ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇൻറ്റീരിയർ ലേഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളിലും സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. കളർ ടോണുകളും സിമിലറായിട്ടാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. പ്രത്യേകിച്ച് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നിങ്ങൾ ഈ ബേസ് വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 50,000 രൂപയുടെ ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് മാറ്റാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. കീ നമ്മൾ ബലേനോയിൽ കണ്ട സെയിം കീ തന്നെയാണ് ഫ്രോങ്സിലും കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബലേനോയിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്റർ, RPM അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് താഴെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് കാണാം. ഈ ഒരു 2 പോർഷനിലും നമുക്കൊരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. USB കണക്റ്റുള്ള ഓപ്ഷൻസും വരുന്നില്ല. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സെൻറ്റർ മൗണ്ടഡ് ആയിട്ടാണ് റീഡിംഗ് ലൈറ്റ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് കാണാം. അപ്പോൾ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ബേസിക്കാണ്. ഫ്രോങ്സിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ബലേനോയുടെ ഇൻറ്റീരിയർ തന്നെയാണ്. കാര്യം സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക്കും ലഭിക്കും. ഫ്രോങ്സ് ഒരു ബേസ് വേരിയൻ്റ് ആണ്. ആക്സസറീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എങ്കിൽ, മാനുവലാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇഗ്നിസൊക്കെ നോക്കിയവരാണ് എങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് 2 വാഹനങ്ങളാണ് ബലേനോയും നമ്മളുടെ ഫ്രോങ്സും. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമുക്ക് ആ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബാക്ക് സീറ്റ് 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. നല്ല കംഫർട്ടായിട്ട് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. നമ്മൾ ഹെഡ് റെസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ബാക്ക് സീറ്റാണ് ശരിക്കും ബലേനോയിൽ വരുന്നത്. ഫ്രോങ്സിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ബലേനോയുടെ സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബാക്കിലേക്ക് ഡോർ പാഡിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ വരുന്നു. പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. നമുക്ക് ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സെയിം ലെഗ് റൂം ആൻഡ് സെയിം ഹെഡ് റൂമാണ് കിട്ടുന്നത്. വിഡ്ത്ത് കാര്യങ്ങളാണെങ്കിലും എക്സാക്ട് സിമിലർ ആയിട്ടാണ് ഫ്രോങ്സിലും വരുന്നത്. അപ്പോൾ ബലേനോ ആൻഡ് ഫ്രോങ്സ് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ഡിഫറൻസും ലുക്കിലുള്ള ഡിഫറൻസും മാത്രമേ വരുന്നുള്ളൂ. ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ടാണ് വരുന്നത്. ഈ വാഹനങ്ങളുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 2 വാഹനങ്ങളും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് 2 വാഹനങ്ങളിലും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണ് ഫ്രോങ്സിന്. ഫ്രോങ്സിൻ്റെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ബലേനോ, അല്ലെങ്കിൽ ബലേനോയുടെ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഫ്രോങ്സ്. അതുകൊണ്ട് 2 വാഹനത്തിലും സെയിം സേഫ്റ്റി കാര്യങ്ങളാണ് വരുന്നത്. ഭാരത് എൻക്യാപ്പ് ആണെങ്കിലും 4 സ്റ്റാർ റേറ്റിംഗ് ആണ് 2നും ലഭിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങളിലെ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വാഹനങ്ങളിലും കൊടുത്തുന്ന എക്സാക്ട് സിമിലർ എഞ്ചിനാണ്. ഫ്രോങ്സിലേക്ക് വന്നാൽ ഫ്രോങ്സിൻ്റെ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ടർബോ പെട്രോൾ വരുന്നുണ്ട്. അതല്ല ബേസ് സിഗ്മ വേരിയൻറ്റ് ഡെൽറ്റ പ്ലസ് വരെ സെയിം 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ. മൈലേജ് നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് അവിടെയാണ്. 24 km/ലിറ്ററൊക്കെയാണ് ബലേനോയ്ക്ക് ക്ലെയിം ചെയ്യുന്നത്. ഫ്രോങ്സിന് 22.7 ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഫ്രോങ്സിനൊരു 16-17 ഇടയ്ക്കും ബലേനോയ്ക്ക് ഒരു 17-18 ഇടയ്ക്കും മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.
വാഹനങ്ങളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബലേനോയ്ക്ക് 30,000 രൂപ വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഫ്രോങ്സിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറും ഇല്ല. ബലേനോയുടെ ഓഫർ നോക്കുകയാണെങ്കിൽ 15,000 രൂപ കൺസ്യൂമർ ഓഫർ, 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, 5,000 രൂപ കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെയാണ് 30,000 രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത്. ബലേനോയുടെ ബേസ് സിഗ്മ വേരിയൻറ്റ് നിങ്ങൾക്ക് 7,05,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം എല്ലാ ഓഫറുകൾക്ക് ശേഷം. ഡെൽറ്റ വേരിയൻറ്റ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത ഡെൽറ്റ വേരിയൻ്റാണ് 7,90,000 രൂപയാണ് നമ്മളെ കണ്ട ബലേനോ ഡെൽറ്റ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡെൽറ്റ ഓട്ടോമാറ്റിക് AGS 8,40,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ നമ്മളുടെ ഇഗ്നിസിൻ്റെ സീറ്റ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസിന് ഇപ്പോൾ നിങ്ങൾക്ക് ബലേനോയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് ഇറക്കാം. സെയിം എഞ്ചിനാണ്, കുറച്ചും കൂടിയും വലിപ്പമുള്ള വലിയ വാഹനം ലഭിക്കും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ബലേനോയുടെ വാല്യൂ ഫോർ മണി വേരിയൻ്റ് അതിൻ്റെ സീറ്റ വേരിയൻ്റാണ്. 9 ലക്ഷം രൂപയാണ് സീറ്റ മാനുവൽ വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സീറ്റ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 9,65,000 രൂപ. ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തിരിക്കുന്ന ബേസ് സിഗ്മ വേരിയൻ്റാണ്. 8,05,000 രൂപയാണ് നിങ്ങളീ കാണുന്ന സിഗ്മ വേരിയൻ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇഗ്നിസിൻ്റെ മാനുവൽ നോക്കിയവർക്ക് അത്യാവശ്യം വലിപ്പമുള്ള നെക്സൈഡ് അണ്ടറിൽ തന്നെ വരുന്ന കുറച്ചുകൂടി പ്രീമിയം ലുക്കിംഗ് ആയിട്ടൊരു വാഹനം വേണമെങ്കിൽ ഇത് വാങ്ങാം. ഒരു 40,000 രൂപയൊക്കെ ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് എക്സ്റ്റീരിയറിലെ മിറേഴ്സും നമ്മളുടെ ഡോർ ഹാൻഡിൽസും ബോഡി കളറാക്കുക, ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട മ്യൂസിക് സിസ്റ്റം പോലുള്ള സംഭവങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഒരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാഹനം വെർത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബലേനോയുടെ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ വേരിയൻറ്റ് വരുന്നുണ്ട്. അധികം കാണാത്തൊരു വേരിയൻ്റാണ്. ഡെൽറ്റ മാനുവൽ 8,95,000 രൂപയും ഡെൽറ്റ ഓട്ടോമാറ്റിക് 9,55,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡെൽറ്റ പ്ലസ് ആണ് ഫ്രോങ്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ്. ഇപ്പോൾ ഏകദേശം 3 മാസം വരെയൊക്കെയാണ് അതിൻ്റെ ബുക്കിംഗ് പീരീഡ് വരുന്നത്. ഡെൽറ്റ പ്ലസ് മാനുവൽ 9,40,000 രൂപയും ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് 10 ലക്ഷം രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ 8 ലക്ഷം രൂപ താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഐദർ ബലേനോയുടെ ഡെൽറ്റ എടുക്കുക, നമ്മളിപ്പോൾ കണ്ട വാഹനം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ 8,40 കൊടുത്ത് ഡെൽറ്റ ഓട്ടോമാറ്റിക് എടുക്കുക. അതല്ല മാനുവലും മതി, കുറച്ചുകൂടി ഉയരമുള്ള വലിപ്പമുള്ള ഒരു വാഹനം വേണമെങ്കിൽ ഫ്രോങ്സിൻ്റെ ഈ സിഗ്മ വേരിയൻറ്റും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.